അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രവാചക ജീവിതത്തിലെ എന്നല്ല, പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിൻ്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു സംഭവമായിരുന്നു മഹത്തായിരിക്കുന്ന ഇസ്രാ മിഅ്റാജ്. പരിശുദ്ധമായ ഖുർആനിലും തിരു ഹദീസുകളിലും അസന്നിഗ്ധമായി ഈ ഇസ്രാ മിഅ്റാജിനെ കുറിച്ചും അതിൻ്റെ ആധികാരികതകളെക്കുറിച്ചും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പവിത്രതയും റജബ് 27 രാത്രി അതിൻ്റെ പവിത്രത സൂചിപ്പിക്കുന്ന ഹദീസുകളും അതിൻ്റെ പകൽ നോമ്പനുഷ്ഠിക്കാൻ മഹത്തുക്കൾ നമ്മോട് ആവശ്യപ്പെട്ടതും അതുപോലെ തന്നെ അതിൻ്റെ പശ്ചാത്തലവും ആ പരിശുദ്ധമായിരിക്കുന്ന ഇസ്രാ മിഅ്റാജ് നടക്കുന്ന സന്ദർഭത്തിൽ ഹബീബായ റസൂലിനുണ്ടായ സംഭവ വികാസങ്ങളും ആ മിഅ്റാജിന് ശേഷമുണ്ടായ വിഷയങ്ങളൊക്കെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അനുഭവിച്ച് കടന്നുപോയ നിരവധി ഘട്ടങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മിഅ്റാജ് നബിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹമായിട്ടായിരുന്നു അവിടുന്ന് കിട്ടിയത്. മുൻപ് ഒരു മനുഷ്യരാശിക്കും ഒരു പടപ്പിലുമില്ലാത്ത വലിയ മഹോന്നതമായിരിക്കുന്ന ഒരു അംഗീകാരമായിരുന്നു തിരു ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായിരിക്കുന്ന ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. ആ റസൂലിൻ്റെ ഉമ്മത്തായ നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലിന് ലഭിച്ച ആ വലിയൊരു നിഅമത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുക, ആ ഹബീബിനെ അനുഗ്രഹിച്ച അവിടുന്ന് വലിയ സൗഭാഗ്യങ്ങൾ നൽകി ആ രാത്രിയെ നമ്മളും വകവെച്ചു കൊടുക്കുക, ആ ദിവസത്തിൽ ആരാധനകളെ കൊണ്ട് നിരതരാവുക എന്നതൊക്കെ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബാധ്യതയാണ്. മാത്രമല്ല പരിശുദ്ധമായിരിക്കുന്ന റജബ് 27 എന്ന് പറയുന്നത് നമ്മുടെ നിസ്കാരത്തിൻ്റെ ഒരു വാർഷികം കൂടിയാണ്. നമുക്കറിയാം, മറ്റു ഉമ്മത്തുകളിൽ നിന്നൊക്കെ വിഭിന്നമായിക്കൊണ്ട് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായ ഉമ്മത്തായ നമ്മെ സംബന്ധിച്ചിടത്തോളം 5 വഖ്ത് നിസ്കാരം ഒരുമിച്ച് ലഭിച്ച ഉമ്മത്ത് നമ്മൾ മാത്രമാണ്. മഹാനായിരിക്കുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുബ്ഹി നിസ്കാരം ശറഅാക്കപ്പെട്ടിരുന്നുവെന്നും മഹാനായിരിക്കുന്ന ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ളുഹുർ നിസ്കാരവും അസർ നിസ്കാരം മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും മഗ്രിബ് നിസ്കാരം മഹാനായ യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഇശാ നിസ്കാരം യൂനുസ് നബിക്കും ഈ വിധത്തിൽ ഓരോരുത്തർക്ക് ഓരോ നിസ്കാരമായി ശറഅാക്കപ്പെട്ടിരുന്നു എന്നൊക്കെ ഗ്രന്ഥങ്ങളിൽ അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്നാൽ ഇതെല്ലാം ഒരുമിച്ച് ലഭിക്കപ്പെട്ടത് നമ്മുടെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം മാത്രമാണ്. അതുകൊണ്ട് ആ നിസ്കാരം 50 വക്താണ് ആദ്യം നൽകിയത്, പിന്നീട് 5 വക്തായി ചുരുക്കിയ ചരിത്രം നമുക്കറിയാം. അതിലേക്ക് വരാം. ആ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ സദാസമയവും കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകേണ്ടതാണ് നിസ്കാരം എന്ന്. ആ നിസ്കാരത്തിൻ്റെ ഒരു വാർഷികം കൂടിയാണ് പരിശുദ്ധമായിരിക്കുന്ന റജബ് 27 എന്ന് പറയുന്നത്. മാത്രമല്ല നിസ്കാരത്തിനെ സംബന്ധിച്ച് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ എന്നാണ് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു മുഅ്മിനിൻ്റെ മിഅ്റാജാണ്, അള്ളാഹുവുമായി മുനാജാത്ത് അഭിമുഖ സംഭാഷണം നടത്തുന്ന ഒരു വിശ്വാസിയുടെ അസുലഭ മുഹൂർത്തമാണ് അവൻ്റെ നിസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരവസരത്തിലും നമ്മളിതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. മിഅ്റാജ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയും. നിസ്കാരം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മിഅ്റാജാണെന്നാണ് മഹത്തുക്കൾ പഠിക്കുന്നത്. മാത്രമല്ല റസൂൽ പറഞ്ഞത് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഹമ്മുക അസ്വല എന്നാ പറഞ്ഞത്. നിൻ്റെ ഏറ്റവും വലിയ ഹമ്മ്, ടെൻഷൻ, അല്ലെങ്കിൽ നിൻ്റെ ഏറ്റവും വലിയ കാര്യം, നിൻ്റെ പ്രയോറിറ്റി അത് നിസ്കാരത്തിനായിരിക്കണം എന്നാണ്. ഫഇന്നഹ റഅസുൽ ഇസ്ലാം, കാരണം ഇസ്ലാമിൻ്റെ തല, അതായത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിമാണ് എന്നതിനെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്ന, വ്യതിരിക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നിസ്കാരമാണ്. മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. വജുഇലതു ഖുറത്തു ഐനി ഫിസ്വല, നിശ്ചയമായിട്ടും നിസ്കാരത്തിൽ എൻ്റെ കണ്ണുകൾക്ക് കുളിർമ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എത്രത്തോളം ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കും അതിൻ്റെ പവിത്രതയിലേക്കും കടക്കുന്നത് അത് ആവശ്യമല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇനി പരിശുദ്ധമായിരിക്കുന്ന റജബ് 27 അതിൻ്റെ പവിത്രതയിലേക്കും അത് വളരെ പവിത്രമാകാനും അത് സുന്നത്ത് നോമ്പ് നമ്മോട് അനുഷ്ഠിക്കാൻ ആഹ്വാനം ചെയ്ത പണ്ഡിതന്മാരുടെയും ഒക്കെ ചില കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പരിശുദ്ധമായിരിക്കുന്ന സൂറത്തുൽ ഇസ്രായിലെ പ്രഥമമായ ആയത്ത് തന്നെ ഇത് സംബന്ധിച്ചാണല്ലോ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സുബ്ഹാനല്ലദീ, ഒരു തന്നെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. എങ്ങനത്തവനാണ്? അസ്റാ ബിഅബ്ദിഹി, തൻ്റെ അബ്ദിനെ കൊണ്ട്, റസൂലുള്ളാഹിയെ കൊണ്ട്, റസൂലുള്ളാഹിൻ്റെ ആത്മാവും അവിടുത്തെ ശരീരവും ഒരുമിച്ചുകൊണ്ട്
അവിടുന്ന് രാത്രി സഞ്ചാരം, രാപ്രയാണം നടത്തി മിനൽ മസ്ജിദുൽ ഹറാം ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ ഹറാമായ മക്കയിലെ പള്ളിയിൽ നിന്നും ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം, അതിനെയാണ് നമ്മൾ ഇസ്റാഖ് എന്ന് പറയുക. എന്നിട്ടോ അല്ലദീ ബാറക്നാ ഹൗലഹു, എന്തുകൊണ്ടാണ് മസ്ജിദുൽ അഖ്സയിലേക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് കൊണ്ടുപോയത്? നമുക്കെല്ലാവർക്കും അറിയാം, മുസ്ലിമാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പള്ളി, 1-ാം സ്ഥാനമുള്ള പള്ളിയാണ് മസ്ജിദുൽ ഹറാം. 3-ാം സ്ഥാനമുള്ള പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. 2-ാം സ്ഥാനം മദീനയിലുള്ള മസ്ജിദുൽ നബവിക്കാണ്. എന്തിനാണ് ഈ 1-ാം സ്ഥാനമുള്ള പള്ളിയിൽ നിന്ന് 3-ാം സ്ഥാനമായ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയത്? മഹത്തുക്കൾ അതിന് വിശദീകരണം നൽകുന്നത് ബാറക്നാ ഹൗലഹു, കാരണം മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുപാടും നമ്മൾ ബറക്കത്ത് ചെയ്തിരിക്കുന്നു. ഒരുപാട് അമ്പിയാക്കളുടെ, ഒരുപാട് മഹത്തുക്കളുടെയൊക്കെ ഖബർ, അവരൊക്കെ അവരുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രദേശമാണ് മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുപാടും. മാത്രമല്ല ഒരുപാട് അമ്പിയാക്കളുടെ കാലുകൾ പതിഞ്ഞ മണ്ണാണ് പരിശുദ്ധമായിരിക്കുന്ന മസ്ജിദുൽ അഖ്സ, ഫലസ്തീനിലെ മണ്ണെന്ന് പറയും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ മനസ്സിലായാലോ, മഹത്തുക്കളുടെ ഖബറങ്ങൾക്കും അവരുടെ കുടികൊള്ളുന്ന ഇടങ്ങൾക്കുമൊക്കെ വലിയ ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് ആ പള്ളിയിലേക്ക് ലഭിക്കും എന്നുള്ളതാണ്. ലിനുരിയഹു മിൻ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ റസൂലിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്നാണ് പരിശുദ്ധമായ ഖുർആനിന്റെ വചനം. എന്തൊക്കെയായാലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മിഅ്റാജ് ദിനത്തിൽ അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുക എന്നത് പൂർവ്വസൂരികളായിരിക്കുന്ന നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. മഹാനായിരിക്കുന്ന ഇമാം ഗസ്സാലി തങ്ങൾ തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് വിശദീകരിച്ചു തരുന്നുണ്ട്. മൻ സ്വമ യൗമ സബഇൻ വഇശ്രീന മിൻ റജബിൻ, ആരെങ്കിലും റജബ് 27 നോമ്പനുഷ്ഠിച്ചാൽ ഖത്തബല്ലാഹു ലഹു സിയാമ 60 ശഹ്റ, 60 മാസത്തെ നോമ്പ് അള്ളാഹു അവന് എടുത്തതായി കണക്കാക്കപ്പെടും എന്ന് പറയുന്ന ഹദീസ്. ഈ ഹദീസിന്റെ ആധികാരികതയിൽ പലരും അഭിപ്രായ വ്യത്യാസം ഉന്നയിച്ചിട്ടുണ്ട്. എങ്കിലും മഹാനായിരിക്കുന്ന ഇമാം നവവി തങ്ങൾ പറയുന്നത് പോലെ ഖാലൽ ഉലമാഉ മിനൽ മുഹദ്ദിസീന വൽ ഫുഖഹാഇ വഗൈരിഹിം യജൂസു വയുസ്തഹബ്ബുൽ അമലു ഫിൽ ഫളാഇൽ വത്തർദീബ് വത്തർഹീബ് ബിൽ ഹദീസിൽ ദഈഫ്. ആധികാരികതയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ലഈഫായ ഹദീസുകൾ പോലെയുള്ള ഹദീസുകളാണെങ്കിലും ഈമാനികമായി നമ്മെ പേടിപ്പിക്കാനും നമ്മളെ ആഗ്രഹിപ്പിക്കാനും അതുപോലെ തന്നെ ഫളാഇലുൽ അഅമാൽ, നല്ല നല്ല ശ്രേഷ്ഠമായ അമലുകൾ, ഈ വിഷയങ്ങളിലൊക്കെ ഹദീസ് ലഈഫാണെങ്കിൽ പോലും നമുക്ക് ആ ഹദീസ് അനുസരിച്ച് പ്രവർത്തിക്കാം എന്നതിൻ്റെയൊക്കെ മാനദണ്ഡത്തിലും അടിസ്ഥാനത്തിലുമാണ് മഹത്തുക്കൾ ഈ ദിവസം നോമ്പനുഷ്ഠിക്കണമെന്ന് നമ്മോട് പ്രത്യേകമായിട്ട് പറഞ്ഞത്. അപ്പോൾ 60 മാസം എന്ന് പറയുമ്പോൾ 1800 നോമ്പിൻ്റെ പ്രതിഫലമാണ് അവർ ലഭിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന മിഅ്റാജിൻ്റെ ദിനത്തിൽ നമ്മൾ ഓരോരുത്തരും അതിൻ്റെ പകൽ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കാൻ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. മാത്രമല്ല കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഈ ദിവസത്തെ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന മഹത്തായിരിക്കുന്ന ഫിഖ്ഹിന്റെ ഫത്ഹുൽ മുഈനിന്റെ ശർഹായ ആനത്തിൽ 2-ാം വാല്യം 208-ാമത്തെ പേജിലും, ഹാഷിയത്തുൽ ബാജൂരിയിൽ 1-ാം വാല്യം 449-ാമത്തെ പേജിലും, ഹാഷിയത്തുൽ ജമൽ 2-ാം ഭാഗം 349-ാമത്തെ പേജിലും, ഫത്ഹുൽ അല്ലാം 2-ാം ഭാഗം 208-ാമത്തെ പേജിലും, ഹാഷിയത്തു ബർമാവിയിൽ 188-ാമത്തെ പേജിലൊക്കെ ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രതിപാദങ്ങൾ, ഈ ദിവസം നോമ്പനുഷ്ഠിക്കൽ പുണ്യമുള്ള കാര്യമാണ് എന്ന് വലിയ പണ്ഡിതന്മാരായ ആളുകൾ നമുക്ക് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ നമ്മൾ പുണ്യമായി കാണുന്നതും ആ ദിവസം നോമ്പനുഷ്ഠിക്കാൻ നമ്മൾ പ്രത്യേക മുൻകൈ എടുക്കുന്നതും. അതുകൊണ്ട് നവൈതു സൗമഗദിൽ സുന്നത യൗമിൽ മിഅ്റാജി അദാലില്ലാഹി തആല എന്ന് വെച്ചുകൊണ്ട് മിഅ്റാജ് ദിനത്തിൽ സുന്നത്താക്കപ്പെട്ട നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി എന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് നമുക്ക് നോമ്പനുഷ്ഠിക്കാവുന്നതാണ്. അതേസമയം തന്നെ നമുക്ക് ഒന്നിലധികം നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തെ നമുക്ക് വിപുലപ്പെടുത്താൻ കഴിയും. മാത്രമല്ല, കാരണം എന്തുകൊണ്ട്, പൊതുവെ റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം പുണ്യമുള്ള മാസമാണല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, റസൂലുള്ളാഹി അവിടുന്ന് ഒരുപാട് അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസൂമു അക്സറമായ യസൂമു ഫി ശഅബാന, റജബിൽ റസൂലുള്ളാഹി ശഅബാനിൽ നോമ്പനുഷ്ഠിക്കുന്നതിനേക്കാൾ കൂടുതലോ അതിനോടൊപ്പം തന്നെയും റജബിലും റസൂലുള്ള നോമ്പനുഷ്ഠിച്ചുമായിരുന്നു. അപ്പോൾ റസൂലോട് ചോദിച്ച സമയത്ത് അവിടുന്ന് പറഞ്ഞു, റമദാനിൻ്റെയും ഷഅബാനിനെയും ആളുകൾ കൂടുതൽ പരിഗണിക്കുകയും ആ സമയത്ത് അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണ് റജബ്, അതുകൊണ്ടാണ് അതിനെ ഞാൻ കൂടുതൽ പരിഗണിച്ചത് എന്നുള്ളതൊക്കെ റജബിൻ്റെ ശ്രേഷ്ഠതയെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വിഷയങ്ങളാണ്. അപ്പോൾ എന്തായിരുന്നാലും ഈ നോമ്പിൻ്റെ കൂടെ തന്നെ റജബിൽ നമുക്ക് പൊതുവെ നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. അപ്പോൾ ആ ഒരു നോമ്പ് എന്ന് നമുക്ക് നീക്കാം. റജബിൽ പ്രത്യേകം പുണ്യമുണ്ട് എന്ന് നീയത്ത് വെക്കാം. അതുപോലെ തന്നെ അയ്യാമുസൂദ് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിലെ അവസാന 3 ദിവസം 27, 28 ആ 3 ദിവസങ്ങളെയാണ്, 27 മുതൽക്കുള്ള ദിവസങ്ങളെയാണ് അയ്യാമുസൂദ് എന്ന് നമ്മൾ പറയുന്നത്.
ആ ദിവസത്തെ നോമ്പ് എന്ന് കരുതിയും നമുക്ക് നോമ്പനുഷ്ഠിക്കാം. മൂന്നാമതായി മിഅ്റാജ് ദിന നോമ്പ്, നമ്മളിപ്പോഴുള്ള മിഅ്റാജിന്റെ ദിനത്തിലെ നോമ്പ് എന്ന് കരുതി നമുക്ക് നിയ്യത്ത് വെക്കാം. മാത്രമല്ല നമുക്ക് റമദാനിലൊക്കെ ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നിസ്കാരം ഉണ്ട് എങ്കിൽ പരിശുദ്ധമായിരിക്കുന്ന ഈ ദിവസത്തെ നമുക്കത് നിയ്യത്തിന്റെ കൂടെ കരുതി കഴിഞ്ഞാൽ ആ സുന്നത്ത് നോമ്പും നമുക്ക് ലഭിക്കും. അതിൻ്റെ കൂടെ തന്നെ ഫർദിനെ തൊട്ട് അത് വീടുകയും ചെയ്യും. തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയൊക്കെയാണ് ഈ മിഅ്റാജിന്റെ ദിനം വരുന്നത് എങ്കിൽ, ഈ വർഷം അങ്ങനെയല്ല വന്നിട്ടുള്ളത്, ഇനി അങ്ങനെ വരുന്നുണ്ട് എങ്കിൽ ആ നിയ്യത്ത് കൂടി നമ്മൾ പ്രത്യേകം വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലവും നമുക്ക് സ്വായത്തമാക്കാൻ കഴിയും എന്നുള്ളതൊക്കെ അതിൻ്റെ പവിത്രതയിൽപ്പെട്ടതാണ്. ഈ ദിവസത്തിൽ പ്രത്യേക പുണ്യത്തോടു കൂടി കാണേണ്ടതുണ്ടോ എന്നൊക്കെ ചില ആളുകൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ തർക്കം ഉന്നയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫളായിലുൽ അഅ്മാൽ, നേരത്തെ നബവി ഇമാം പറഞ്ഞതുപോലെ സൽക്കർമ്മങ്ങൾ, നല്ല ഫളായിലുൽ അഅ്മാലുകളുടെ വിഷയത്തിൽ ഹദീസിന്റെ ആധികാരികതയിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും മഹത്തുക്കൾ ഇത് പഠിപ്പിച്ചു തന്നു എന്നുള്ള നിലക്ക് ഒരു പുണ്യം ചെയ്യാനുള്ള ഒരു അവസരമാണല്ലോ എനിക്ക് കിട്ടിയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഉപയോഗപ്പെടുത്താൻ, അത് മുതലാക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്നത് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഇനി പരിശുദ്ധമായിരിക്കുന്ന മിഅ്റാജിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബൂവത്ത് ലഭിച്ച് 10 വർഷങ്ങൾക്ക് ശേഷമാണ് മഹാനായിരിക്കുന്ന അവിടുത്തെ പിതൃവ്യനായ അബൂ ത്വാലിബ് മരണപ്പെടുന്നത്. അങ്ങനെ കേവലം 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ പ്രിയ പത്നി ഖദീജ ബീവിയും ഈ ലോകത്തോട് വിട പറഞ്ഞു. ആമുൽ ഹുസ്ൻ എന്നാണ് ചരിത്രത്തിൽ ഈ സംഭവത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നബി തങ്ങൾ അതീവ ദുഃഖിതനാണ്, അതീവ വ്യസനത്തിൽ നടക്കുകയാണ്. മാത്രമല്ല ഒരല്പം സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെ സഹായിക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് പോയ ത്വായിഫിൽ ചെന്നപ്പോൾ അവിടുന്ന് കൊടിയ പീഡനവും അവഹേളനവുമാണ് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. ഈ വല്ലാത്തൊരു മനോവ്യതയിൽ നിന്നൊരു ആശ്വാസമേകാൻ വേണ്ടിയാണ് അള്ളാഹു അവിടുത്തെ ഹബീബിനെ അവരിലേക്ക് മിഅ്റാജ് കൊണ്ടുപോകാനുണ്ടായ ഒരു സാഹചര്യം എന്ന് ചരിത്രകാരന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയാണ്. AD 620, അതായത് മക്കയിലെ അവസാനത്തെ നാളുകളിലാണ് ഈ മിഅ്റാജ് സംഭവിക്കുന്നത്. മദീനയിലേക്ക് അത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്നുണ്ട് എന്നതൊക്കെ നമ്മൾ ചരിത്ര വസ്തുതയായി മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ശത്രുക്കളുടെ പീഡനവും ഇവരുടെയൊക്കെ മരണവും റസൂലുള്ളാനെ വല്ലാതെ വേദനിപ്പിക്കുകയും ത്വായിഫുകാരുടെയൊക്കെ അവഹേളനവും റസൂലുള്ളാനെ വല്ലാതെ വിഷമത്തിലാക്കുന്ന സമയത്തെയാണ് ഹബീബായ റസൂലിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്ന മഹത്തരമായിരിക്കുന്ന ആ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ്, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉറ്റവർക്ക്, നമ്മുടെ ഉടയവർക്കൊക്കെ നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു റിലീഫ് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് നല്ലൊരു യാത്ര അവരിഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ ഒരുപാട് ആത്മീയവും ഭൗതികവുമായ ഗുണങ്ങൾ നിരവധിയുണ്ട്. അതിലേക്കൊക്കെ വിശദീകരിച്ച് കടന്നു കഴിഞ്ഞാൽ സമയം നമുക്ക് തികയുകയില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രാപ്രയാണത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്? മഹാനായിരിക്കുന്ന ഇമാം ബൂസൂരി തങ്ങൾ തൻ്റെ ബുർദയിൽ ഇതിനെക്കുറിച്ച് സവിസ്തരമായി പ്രതിപാദിക്കുന്നുണ്ട്. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദഅജിൻ മിനൽ ളുലമി വബിത്ത തർഖാ ഇലാ അൻ ഹിൽത മൻസിലതൻ മിൻ ഖാബി ഖൗസൈനി ലം തുദ്റക വലം തുറമി വഖദ്ദംതക ജമീഉൽ അംബിയാഇ ബിഹാ വറുസുലു തഖദീമി മഖദൂമിൻ അലാ ഖദമി എന്നൊക്കെ പറഞ്ഞ് വളരെ മനോഹരമായി മഹാനായിരിക്കുന്ന ഇമാം ബുസൂരി തങ്ങൾ തൻ്റെ ബുർദയിൽ ആ വിഷയങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഈ മിഅ്റാജ് യാത്ര പുറപ്പെടാനുള്ള കാരണം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1ാം സ്ഥാനമുള്ള പള്ളിയിൽ നിന്ന് എന്തുകൊണ്ട് കൊണ്ടുപോയില്ല? നേരത്തെ നമ്മൾ അതിൻ്റെ ഒരു കാരണം പറഞ്ഞു, ബാറക്കന ഹൗലഹു. ആ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുപാടും അല്ലാഹു ബറക്കത്ത് ചെയ്തിരിക്കുന്ന ഒരുപാട് മഹാന്മാരുടെ ഖബറുകൾ, അവരുടെയൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രദേശമാണ്. ഒരുപാട് അമ്പിയാക്കളുടെ പാദസ്പർശമേറ്റ മണ്ണാണ് പരിശുദ്ധമായിരിക്കുന്ന മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുപാട്, അല്ലെങ്കിൽ ഫലസ്തീനിൻ്റെ മണ്ണ് എന്ന് പറയുന്നത്. മാത്രമല്ല ബൈത്തുൽ മുഖദ്ദസിൽ നിന്നുള്ള അള്ളാഹുവിൻ്റെ ഹബീബിനെ അവിടത്തേക്ക് മിഅ്റാജ് കൊണ്ടുപോയി വന്നപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് എത്തിയ സമയത്ത് മക്കക്കാരായ ആളുകൾ, പല ആളുകൾക്കും ഇത് അവിശ്വസനീയമായി അവർ ചിന്തിക്കുകയും, എന്നാൽ മസ്ജിദുൽ അഖ്സയിൽ പോയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി ഒരിക്കലും അവിടെ പോയിട്ടില്ല എന്നുള്ളത് മക്കക്കാർക്കറിയാം. എന്നാൽ മസ്ജിദുൽ അഖ്സയിലേക്ക് പോയ നിരവധി ആളുകൾ അന്ന് മക്കയിൽ ഉണ്ട് താനും. അപ്പോൾ അവരെ പല ആളുകളും അവിടെ ചോദ്യം ചെയ്തു, എന്നാൽ അവിടുത്തെ എത്ര തൂണുകളുണ്ട്, അവിടെ എങ്ങനെയാണ്? അപ്പോൾ റസൂലുള്ളാഹി ഓരോന്നും വളരെ സ്പഷ്ടമായി കൊണ്ട് തന്നെ അവർക്ക് വിവരിച്ചു കൊടുത്തു. അങ്ങനെ ഈ ചോദ്യം ചെയ്യാൻ വന്ന ആളുകൾക്ക് ഉത്തരം മുട്ടിപ്പോയി. ഇത് ശരിയാണല്ലോ, അദ്ദേഹം പറയുന്നത് ശരിയാണല്ലോ, റസൂലുള്ളാഹി പറയുന്നത് ശരിയാണല്ലോ എന്ന് അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു. മാത്രമല്ല മുഅ്മിനീങ്ങൾക്കൊക്കെ അവരുടെ ഈമാൻ വർദ്ധിക്കാനുള്ള
ഒരു കാരണം കൂടിയായി ഇത് മാറി എന്നുള്ളതാണ്. മാത്രമല്ല, ഖുറൈശികൾ ഈ മിഅ്റാജിന്റെ അനുഭവം ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി അവിടുന്ന് ഹിജ്ർ ഇസ്മാഈലിൽ കയറി നിന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് കൺമുന്നിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്നാണ്. മസ്ജിദുൽ അഖ്സയുടെ ആ ചുറ്റുപാട് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ റിയാനൻ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടിങ്ങനെ വിശദീകരിക്കുന്നത് പോലെ അവിടെ നേരിട്ട് പോയിട്ടുള്ള ആളുകൾ പറയുന്നതിനേക്കാൾ വളരെ സ്പഷ്ടമായി റസൂലുള്ളാഹി അവിടുന്ന് ഓരോ കാര്യങ്ങൾ വിവരിച്ചു. ഇതിന് മുൻപ് ഫലസ്തീനിലേക്ക് പോയ ആളുകൾ ആ കാഴ്ചയെ അംഗീകരിക്കുകയും ചെയ്തു. ആ മുഅ്മിനീങ്ങൾക്കൊക്കെ വലിയ മാനസികമായ തുമഅ്നീനത്ത് അതുകൊണ്ട് ഉണ്ടായി എന്നതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, റസൂലുള്ളാഹി ആകെ ഒരു മിഅ്റാജ് മാത്രമല്ല നടത്തിയിട്ടുള്ളത് എന്നാണ്. 34 മിഅ്റാജ് യാത്രകൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു. പക്ഷേ അതിൽ ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ഒരുമിച്ചുള്ള യാത്ര നടന്ന സംഭവബഹുലമായ യാത്ര ഈ മിഅ്റാജ് റജബ് 27 നടന്ന യാത്ര എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ, ഒരു മുഅ്മിനിന്റെ മിഅ്റാജാണ് അവൻ്റെ നിസ്കാരം എന്ന് പറയുന്നത്. ആ ഒരു അർത്ഥത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ റൂഹുമായിട്ട്, അവിടുത്തെ ആത്മീയമായിട്ട് അവിടുന്ന് 34ഓളം തവണ മിഅ്റാജ് സഞ്ചരിച്ചിട്ടുണ്ട് എന്നൊക്കെ കിതാബുകളിൽ മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് ചേർത്തി വായിക്കാൻ കഴിയുമെന്നുള്ളതാണ്. രാത്രിയുടെ ഒരല്പസമയം കൊണ്ടാണ് മസ്ജിദുൽ അഖ്സയിലേക്കും, അതായത് അന്നത്തെ കാലഘട്ടത്തിൽ 1 മാസത്തോളം വഴി ദൂരമുണ്ടായിരുന്ന മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് ഒരുപാട് പ്രകാശവർഷങ്ങൾക്ക് അപ്പുറത്ത് അള്ളാഹുവുമായി ചെന്ന് സിദ്റത്തുൽ മുൻതഹയ്ക്കും അപ്പുറത്ത് അള്ളാഹുവുമായി നേരിട്ട് അഭിമുഖം ഖാബ ഖൗസൈനി ഔ അദ്ന എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഒരു അമ്പ് വില്ലിനോട് അടുക്കുന്ന അതിനേക്കാൾ അടുത്ത രീതിയിൽ അള്ളാഹുവിനെ അത്രയും അടുത്തു വെച്ചുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ചയുടെ രീതി നമ്മുടെ ഭൗതികമായി നമ്മളതിനെ ചിന്തിക്കരുത്. ആ ഒരു രീതിയിൽ അള്ളാഹുവിനെ നേരിട്ട് തന്നെ മുനാജാത്ത് നടത്തി എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിൽ അവിതർക്കിതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. മുത്തായ റസൂൽ അവിടുത്തെ പിതൃവൻ അബൂ ത്വാലിബിന്റെ മകൾ ഉമ്മുഹാനിയുടെ വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്താണ് മഹാനായിരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ഏതാനും മലക്കുകൾ ഹബീബിന്റെ ചാരത്തേക്ക് വരികയും അവിടുന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോവുകയും റസൂലുള്ളാഹിന്റെ ഉള്ളു പിളർന്ന് സംസം വെള്ളം കൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും അവിടുത്തെ ഈമാനും ഹിക്മത്തിന്റെ മണിമുത്തുകൾ റസൂലുള്ളാഹിന്റെ ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കുകയും ചെയ്ത്. കാരണം അല്ലാഹുവിനെയാണ് മുനാജാത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാ ഒരു ബശരീയത്ത് അല്ലെങ്കിൽ ഒരു ഇൻസിയത്ത്, മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിൽ ഒരിക്കലും അല്ലാഹുവിനെ കണ്ടുമുട്ടൽ സാധ്യമല്ലല്ലോ. അപ്പോൾ ആ ഇൻസിയത്തിൽ നിന്ന് അല്ലാഹുവിനെ ഉയർത്തിക്കൊണ്ട് ആ ഉന്നതമായ മലക്കുകൾക്ക്, മഹാനായ ജിബ്രീൽ എന്നവർക്ക് പോലും എത്തിപ്പെടാൻ കഴിയാത്ത ആ മർത്തബയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ ഉയർത്തിയതിനു ശേഷമാണ് മിഅ്റാജ് എന്ന് പറയുന്ന ആ മഹത്തരമായിരിക്കുന്ന രംഗം നടക്കുന്നത് എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും മനസ്സിലാകിയതുപോലെ ഇസ്രാ എന്ന് പറയുന്ന മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്ര ബുറാഖ് എന്ന് പറയുന്ന ആ ഒരു സ്പെഷ്യൽ വാഹനത്തിലായിരുന്നു എന്നുള്ളതാണ്. മിനിറ്റുകൾ കൊണ്ട് വളരെ ദ്രുതഗതിയിൽ സഞ്ചരിക്കുന്ന ആ വാഹനത്തിലേറിയായിരുന്നു ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് യാത്ര ചെയ്തത്. അല്ലെ, യുക്തികൾക്കനുസരിച്ചാണ് ആളുകൾ എന്ന്, എൻ്റെ യുക്തിക്ക് അനുസൃതമാണോ എങ്കിൽ മാത്രമേ ഞാൻ അംഗീകരിക്കൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അഭിനവ ചിന്ത, അല്ലെങ്കിൽ അതാണ് പുരോഗമനം എന്നാണ് പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ്റെ യുക്തി എന്നത് പരിമിതമാണ് എന്നതാണല്ലോ യാഥാർത്ഥ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് അകലെ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടെന്നും അവിടെയുള്ള ഒരാൾക്ക് എനിക്ക് ഈ നിമിഷത്തിൽ തന്നെ തത്സമയം കണ്ടുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ട് എന്ന് ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ്, പോട്ടെ ഒരു 50 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരാളോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ ആ ഒരു റിയാക്ഷൻ? അത് അസംഭവ്യമായി, എൻ്റെ യുക്തിക്ക് യോജിക്കുന്നില്ല, ഞാൻ അംഗീകരിക്കില്ല എന്നായിരിക്കും അവർ പറയാം, അല്ലേ? ആ ഒരു യാത്രയിൽ ഹബീബായ റസൂലുള്ളാഹി യാത്രയുടെ ഒരു അംശം കൊണ്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്വഹാബികൾ, മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ റസൂലിനെ അത് അംഗീകരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഈമാൻ എത്രയാണ്? നമുക്ക് ഇപ്പോൾ ഉൾക്കൊള്ളാൻ കുറച്ചെങ്കിലും കഴിയുന്നുണ്ട്, അല്ലേ? മനുഷ്യൻ ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്ത സ്പീഡ് എന്ന് പറയുന്നത് 39,000-ഓളം വരുന്ന km/h ആണ്. മനുഷ്യൻ സാധ്യമാക്കിയ, അത് നെറ്റിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 39 മണിക്കൂറിൽ 39,000, 40,000-ഓളം അടുത്ത് km/h ആണ്. അതുപോലെ തന്നെ സ്പേസ് വാഹനങ്ങളൊക്കെ 12,000 കിലോമീറ്റർ, അപ്പോളോ 10 ഒക്കെ 12,000 km/h സഞ്ചരിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ അസംഭവ്യമാണെന്ന് തോന്നുന്ന, ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്
അള്ളാഹിൻ്റെ ഹബീബ് ഇങ്ങനെയൊരു യാത്ര നടത്തി എന്ന് സ്വഹാബികളോട് പറയുമ്പോൾ മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും മനുഷ്യൻ്റെ യുക്തി പരിമിതമാണ്. മനുഷ്യൻ്റെ അഭൗതികമായി മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ, കണ്ടെത്തിയിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, എന്ത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്നാണ് പരിശുദ്ധ ദീൻ പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. മറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന ആളാണ് ഒരു വിശ്വാസി എന്ന് പറയുന്നത്. അപ്പോൾ ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. എല്ലാം നമ്മൾ യുക്തി നോക്കിയിട്ടല്ല. എന്തുകൊണ്ട് നമ്മൾ യുക്തി നോക്കുന്നില്ല? യുക്തി അതിലുണ്ടാകും. പക്ഷേ ആ ഒരു യുക്തി എപ്പോഴാണത് നമുക്ക് യുക്തിസഹമാവുക എന്നത് നമുക്ക് പറയാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഓരോ വിശ്വാസിയുടെയും നന്മ തിന്മ ഏടുകൾ റെക്കോർഡ് ചെയ്യപ്പെടും എന്ന് പറയുമ്പോൾ ആ സ്വഹാബികളുടെ കാലഘട്ടത്തിൽ ആലോചിച്ച് നോക്കുക. ഈ ലോകത്ത് 100 കോടി ആളുകളുണ്ടെങ്കിൽ അത്രയും ആളുകൾ റെക്കോർഡ് എവിടെ പുസ്തകങ്ങളായി ഇടയ്ക്ക് വെക്കുക എന്നായിരുന്നു അന്നൊക്കെ ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാകുക. സ്വാഭാവികമായിട്ടും അല്ല, അങ്ങനെ അന്ന് റെക്കോർഡുകൾ സ്വീകരിക്കാനും സ്റ്റോർ ചെയ്യാനും സൗകര്യമുള്ളൂ. ഇന്ന് നമുക്ക് എത്ര വലിയ ഡാറ്റകളും സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടി കൂടുതലായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു മാനസികാവസ്ഥ ഒരുപക്ഷെ നമുക്കുണ്ട്. നമുക്കതുകൊണ്ട് ആശ്വാസം ഉണ്ടാവും. എന്നാൽ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആമന്നാ വസദ്ദഖ്നാ, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ വാസ്തവമാക്കി, ഇതായിരുന്നു സ്വഹാബികൾ. അതുകൊണ്ടാണ് അവർ വലിയ മഹത്വമുള്ള ആളുകളായിട്ട് പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്തായിരുന്നാലും ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പിതൃവ്യൻ അബൂ ത്വാലിബിൻ്റെ മകൾ ഉമ്മു ഹാനിയുടെ വീട്ടിൽ പാർക്കുകയായിരുന്നു. ഈ സമയത്താണ് അവിടുന്ന് മക്കയിലേക്ക് ഹറമിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ശുദ്ധീകരണം നടത്തി ബുറാഖ് എന്ന വാഹനത്തിൽ ഫലസ്തീനിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ഫലസ്തീനിലേക്ക് പോകുന്ന വഴി റസൂലുള്ള മദീനയിൽ ഇറങ്ങുന്നുണ്ട്. അവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെ മദിയൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഇറങ്ങുന്നുണ്ട്. അവിടെയും ഉന്നതരായ പല പ്രവാചകരുടെയും ചരിത്ര സംഭവങ്ങൾ ഉറങ്ങുന്ന പ്രദേശങ്ങളാണ്. അതുപോലെ തന്നെ തൂരി സീനയിൽ മഹാനായിരിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രസിദ്ധമായ തൂരി സീനയിൽ റസൂൽ ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ബത്ലഹേം, മഹാനായിരിക്കുന്ന ഈസാ നബിയുടെ ജന്മദേശമായ പ്രദേശമായ ബത്ലഹേമിൽ ഇറങ്ങിക്കൊണ്ടൊക്കെ 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി അവിടുന്ന് യാത്ര തുടരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ യാത്ര തുടർന്ന് മസ്ജിദുൽ അഖ്സയിലെത്തിയപ്പോൾ റസൂലുള്ളാഹിനെ സ്വീകരിക്കാനും അവിടുന്ന് വരവേൽക്കാനും എല്ലാ അംബിയ മുർസലുകളും അവിടെ തടിച്ചുകൂടിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ റസൂലുള്ളാഹി ആ വാഹനം ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തുകൊണ്ട് മഹാനായിരിക്കുന്ന അംബിയാക്കൾക്ക്, മഹാരഥന്മാരായിരിക്കുന്ന അംബിയാക്കൾക്ക് അവിടുന്ന് ഇമാമായി നിസ്കരിച്ചിരുന്നു. കാരണം സയ്യിദുൽ അംബിയാ, അംബിയാക്കളുടെ നേതാവാണ് ഹബീബായ റസൂലുള്ളാഹി. അവിടുന്ന് എല്ലാ അംബിയാക്കൾക്കും ഇമാമായിട്ട് അവിടുന്ന് നിസ്കരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ മഹാനായിരിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയൊക്കെ കണ്ട സംഭവം റസൂലുള്ളാഹി മറത്തു അലാ മൂസ ലൈലത ഉസ്രിയ ബി ഇൻദൽ കസീബിൽ അഹ്മരി വഹുവ ഖായിമു യുസല്ലി ഫീ ഖബ്രിഹി എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇസ്രാ നടത്തപ്പെട്ട ആ രാത്രി ഞാൻ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഖബറിനരികിലൂടെ നടന്നു. ഇന്ദൽ കസീബിൽ അഹ്മർ, ചുവന്ന കുന്നിൻ്റെ, ഒരു ചുവന്ന മണൽക്കുന്നിൻ്റെ അരികിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഖബർ. വഹുവ ഖായിമു യുസല്ലി ഫീ ഖബ്രിഹി, അദ്ദേഹത്തിൻ്റെ ഖബറിൽ ഇങ്ങനെ നിസ്കരിക്കുന്നത് എനിക്ക് കാണിക്കപ്പെട്ടു എന്ന് റസൂലുള്ളാഹി പറയാണ്. അംബിയാക്കളുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലാഹ അസ്സ വജല്ല ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ, അംബിയാക്കളുടെ ജസദ് ശരീരങ്ങളെ ഭക്ഷിക്കുന്നതിനെ തൊട്ട് അല്ലാഹു ഭൂമിയെ നിഷിദ്ധമാക്കിയിരിക്കുന്നു, ഭൂമി തൊടൂല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ സംഭവ വികാസങ്ങളായിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു റസൂലുള്ളാഹി അവിടുന്ന് മുഴുവൻ അംബിയാക്കൾക്കും ഇമാമായി നിസ്കരിച്ചു. അതിനുശേഷമാണ് ഇസ്രാഇന് ശേഷമാണ് മിഅ്റാജ് എന്ന് പറയുന്ന ചരിത്ര സംഭവം നടക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹി ആ ഒരു ആകാശയാത്ര നടക്കുന്ന സമയത്ത് അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമാണ് കൂടെയുള്ളത്. അങ്ങനെ അവർ കയറി 1-ാം ആകാശത്തിൻ്റെ കവാടത്തിലെത്തിയപ്പോൾ അവിടുന്ന് ചോദിക്കപ്പെട്ടു, ആരാണ് വന്നിരിക്കുന്നത്, ആരാണ് കൂടെയുള്ളത്? ഞാൻ ജിബ്രീലാണ്, എൻ്റെ കൂടെയുള്ളത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ അയക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ആ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. അങ്ങനെ മഹാനായിരിക്കുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്ന ആ സന്ദർഭം ചരിത്ര ഗ്രന്ഥങ്ങളിൽ, ഹദീസുകളിൽ വിശദീകരിക്കുന്ന നമുക്കിങ്ങനെ കാണാം. മഹാനവറുകളുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും അവിടുത്തെ സന്താന പരമ്പരകളുടെ ആത്മാവുണ്ട്. വലതുഭാഗത്ത് സ്വർഗ അവകാശികളായ ആളുകളും ഇടതുഭാഗത്ത് നരകത്തിൻ്റെ അവകാശികളായ ആളുകളും. വലതുഭാഗത്തേക്ക് നോക്കി അദ്ദേഹം ചിരിക്കുകയും ഇടതുഭാഗത്തേക്ക് നോക്കി അദ്ദേഹം കരയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ പ്രകാശമുണ്ടായിരുന്നു എന്നതൊക്കെ അവിടുന്ന് പറയുകയാണ്. അങ്ങനെ മഹാനവറുകൾ അവിടുന്ന് റസൂലുള്ളാഹിനെ യാത്രയച്ചവർ 2-ാം ആകാശത്തിലേക്ക് പോവുകയാണ്. 2-ാം ആകാശത്തിൽ വെച്ചുകൊണ്ട് മഹാനായിരിക്കുന്ന യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവർ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ 3-ാം ആകാശത്തിൽ മഹാനായിരിക്കുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ട സന്ദർഭം റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഖദ് ഉഅതിയ ശത്റുൽ ഹുസ്ൻ, ഭംഗിയുടെ വലിയൊരു
ഭാഗം മഹാനവറുകൾക്ക് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ആളായിരുന്നു മഹാനായിരിക്കുന്ന യൂസുഫ് നബി. പക്ഷേ ഹബീബായ റസൂലിൻ്റെ അത്രത്തോളം ഭംഗിയില്ല കേട്ടോ. റസൂലാണ് ഏറ്റവും അഷ്റഫുൽ ഖൽക്ക്, അതമ്മുൽ ഖൽക്ക്, മദ്ഹറുൽ അതം എന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നത് പോലെ ഏറ്റവും ലോകത്ത് സൗന്ദര്യവാൻ ഹബീബായ റസൂൽ. അവിടുത്തെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് ഇസ്ലാമിലെ കുലുകിയ എത്ര ആളുകളാണ്. ആ ഒരു ഈമാനിൻ്റെ തേജസ്, അവിടുത്തെ ആ ഒരു പരിപൂർണമായ സമ്പൂർണനായ ഒരു പടപ്പ് ഹബീബായ റസൂലുള്ളാഹിയായിരുന്നു. യൂസുഫ് നബി പോലും, ആയിഷ ബീബി പറഞ്ഞിട്ടുണ്ടല്ലോ, യൂസുഫ് നബിയുടെ കൈകൾ മുറിച്ച സ്ത്രീകൾ എൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണുമായിരുന്നുവെങ്കിൽ അവർ ഹൃദയം പൊട്ടി മരിച്ചു പോകുമായിരുന്നു. അത്രയും ഭംഗിയായിരുന്നു ഹബീബായ റസൂൽ. അവിടുത്തെ ആ തിരുവദനത്തിൽ നോക്കിയിരിക്കാൻ പോലും സ്വഹാബികൾക്ക് വലിയ താല്പര്യമായിരുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് വഫാത്തായി എന്നറിഞ്ഞ സമയത്ത് സ്വഹാബികൾക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നത്. സംഭവം വേറെയാണ്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻകസിമിൻ എന്നാണ് മഹാനായിരിക്കുന്ന ഇമാം ബുസൂരി തങ്ങൾ പറയും. അങ്ങനെ നാലാം ആകാശത്തിൽ മഹാനായിരിക്കുന്ന ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടി. അഞ്ചാം ആകാശത്തിൽ മഹാനായിരിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ അദ്ദേഹം കണ്ടുമുട്ടി, റസൂലുള്ളാഹി കണ്ടുമുട്ടി. ആറാം ആകാശത്തിൽ മഹാനായിരിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടി. ഏഴാം ആകാശത്തിൽ വെച്ചുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹബീബായ റസൂൽ കണ്ടുമുട്ടി എന്നാണ്. അങ്ങനെ അവിടെ നിന്ന് അവർ യാത്ര തുടർന്ന് ഒടുവിൽ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന വളരെ മഹത്തരമായിരിക്കുന്ന ഒരു വൃക്ഷമാണെന്നാണ് പ്രബലമായിരിക്കുന്ന അഭിപ്രായങ്ങളിൽ ഒന്ന്. അതിൻ്റെ ചാരത്തവരെത്തുകയാണ്. അൽ മുൻതഹ എന്ന് പറഞ്ഞാൽ അറ്റം എന്നാണ്. അതായത് ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്നതിൻ്റെയൊക്കെ അറ്റം അവിടെയാണ്. മലക്കുകൾക്ക് പോലും അതിനപ്പുറത്തേക്ക് യാതൊരു പ്രവേശനവുമില്ല. ആ സിദ്റത്തുൽ മുൻതഹയിൽ അവർ എത്തി എന്നുള്ളതാണ്. അങ്ങനെ മഹാനായിരിക്കുന്ന ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെയുള്ള നിരവധി കാഴ്ചകൾ കാണുകയും ആ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന വൃക്ഷത്തിനെ പോലെ ഹബീബിന് തോന്നിപ്പിച്ച, അല്ലെങ്കിൽ ഒരു വൃക്ഷമായ അതിനെ റസൂലുള്ളാഹി അവിടുന്ന് സ്വഹാബികൾക്ക് വിവരിച്ചു കൊടുക്കുന്നതൊക്കെ നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. എന്തായിരുന്നാലും മഹാനായിരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറഞ്ഞു, അല്ലാഹുവിൻ്റെ ഹബീബെ, ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് പ്രവേശനമില്ല. ഇവിടുന്ന് നിങ്ങൾക്ക് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. മഹാനായിരിക്കുന്ന ജിബ്രീൽ എന്നവർക്ക് പോലും പ്രവേശനമില്ലാത്തിടത്തേക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രവേശിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ഒരുപാട് കാഴ്ചകൾ ഹബീബായ റസൂലിനെ തേടി വലഖദ് റആഹു നസ്ലതൻ ഉഖ്റ ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅ്വ ഇദ് യഗ്ഷ സിദ്റത മാ യഗ്ഷ എന്നൊക്കെ പറഞ്ഞ സംഭവം പരിശുദ്ധ ഖുർആനിൽ സവിസ്തരമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. സിദ്റത്തുൽ മുൻതഹയിൽ ഹബീബായ റസൂൽ എത്തുകയും മഹാനായിരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം പിൻവാങ്ങുകയും റസൂൽ അവിടുന്ന് തനിച്ച അല്ലാഹുവിൻ്റെ മുനാജാത്തിന് വേണ്ടി പ്രവേശിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ യാത്ര തുടർന്ന് ജഗന്നിധിയന്താവായ അല്ലാഹുവിനെ മുഖത്തുള്ള കണ്ണുകൾ കൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കണ്ടു. അങ്ങനെ അല്ലാഹു വിളിച്ചു വരുത്തി, തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബിനെ വിളിച്ചു വരുത്തി അവിടുന്ന് സമ്മാനിച്ചതാണ് നമുക്കുള്ള 5 വഖത്ത് നിസ്കാരം. നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന ചരിത്രമാണ്. ആദ്യം അത് 50 വഖത്തായിട്ടായിരുന്നു നൽകിയിരുന്നത് എങ്കിൽ തിരിച്ചിറങ്ങി മഹാനായിരിക്കുന്ന മൂസാ നബിയുടെ അടുക്കലേക്ക് എത്തിയപ്പോൾ മൂസാ നബി പറയുന്നുണ്ട്, നബിയെ, ഞാൻ നിങ്ങൾക്ക് മുമ്പ് മനുഷ്യന്മാരെ പരിചയപ്പെടുകയും അതിൻ്റെ മുൻപ് അവരുമായി ഒരുപാട് പരീക്ഷണങ്ങളിൽ അല്ലാഹുവിൻ്റെ കൽപ്പനകൾ ഇറക്കുകയൊക്കെ ചെയ്ത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് ഇസ്രായേലുകളിലൊക്കെ. ഒരിക്കലും നിങ്ങളുടെ ഉമ്മത്തിനൊരു ദിവസം 50 വഖത്ത് നിസ്കരിക്കുക എന്നത് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഹബീബായ റസൂൽ അവിടുന്ന് 9 തവണയാണ് ഈ ഉമ്മത്തിന് വേണ്ടി ഹബീബായ റസൂൽ നടന്നതാണ്. അതിലൊരുപാട് അല്ലാഹുവിനെ 9 തവണ, ആദ്യത്തെ സന്ദർശനം ഉൾപ്പെടെ 10 തവണ അല്ലാഹുവിനെ ദർശിക്കാനുള്ള മഹാഭാഗ്യം മുത്തു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അങ്ങനെ മഹാനായിരിക്കുന്ന മൂസാ നബിക്കും ഇഖ്തിബാസും മിൻ നൂരി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ആ നൂറാനിയത്തിൽ നിന്ന് പകർന്നെടുക്കാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ടുകൂടിയാണ് മൂസാ നബി ഇത്തരത്തിൽ പറഞ്ഞതും എന്നതൊക്കെ നമുക്ക് ഗ്രന്ഥങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ മൂസാ നബി പറഞ്ഞതനുസരിച്ച് 10 തവണ, ആദ്യത്തെ പോക്കനുസരിച്ച് അടക്കം 10 തവണ അല്ലാഹുവിനെ മുത്തായ റസൂൽ കാണുകയും ഓരോ പോക്കിലും 5 വീതം റക്അത്തുകൾ കുറച്ച് 5 വീതം വഖത്ത് നിസ്കാരങ്ങൾ കുറച്ചു കൊണ്ടുവരികയും അങ്ങനെ അവസാനം 5 വഖത്തായി ചുരുക്കുകയും, ഇത് 5 വഖത്ത് എന്ന് പറയുന്നത് 50-ന് തുല്യമാണ്, അല്ലെങ്കിൽ 50-ന്റെ സ്ഥാനത്താണെന്ന് പറയുകയും ചെയ്തപ്പോൾ പിന്നെയും മൂസാ നബി പറഞ്ഞു എന്നാണ്, റസൂലെ, ഇതും കഴിയുമോ എന്നറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇനിയും എൻ്റെ റബ്ബിനെ പോകാൻ, അത് ചുരുക്കാൻ ആവശ്യപ്പെടാൻ എനിക്ക് ലജ്ജയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. അങ്ങനെ മടക്കയാത്രയിൽ മഹാനായിരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം കൂടെ കൂടുകയും തിരിച്ചു മക്കയിലേക്ക് മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയും അവിടുന്ന്
ആ രാത്രിയുടെ ഒരംശം കൊണ്ട് ഇത്രയും ദൂരം പോയി വരികയും ചെയ്തു എന്നുള്ള ആ ഒരു മഹത്തരമായ സംഭവം അവിടുത്തെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. നേരം പുലർന്നു. മഹദിയായിരിക്കുന്ന ഉമ്മുഹാനി ബീബിയുടെ വീട്ടിലാണ്. മഹദിയോട് കാര്യം പറഞ്ഞു. അവർ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട മുഹമ്മദെ, പ്രവാചകരെ, നിങ്ങൾ ഈ വിഷയം നിങ്ങളുടെ കൂട്ടുകാരോട് പറയരുത്, ഇപ്പോൾ തന്നെ പറയരുത്. കാരണം അവർ നിങ്ങളെ കളവാക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ അവർക്ക് വലിയ അവഹേളനത്തോടെയും പുച്ഛത്തോടെയും വലിയ പീഡന പർവ്വങ്ങളും ഏൽപ്പിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണല്ലോ. അപ്പം അതുകൊണ്ട് ഒരല്പം കഴിഞ്ഞ് വിശ്വാസപരമായി അവരതെല്ലാം ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പാകപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവരോട് പറഞ്ഞാൽ മതിയാകുമെന്നൊക്കെ അഭിപ്രായപ്പെട്ടവരുണ്ടായിരുന്നു. എന്നാലും അള്ളാഹുവിൻ്റെ ആ മഹത്തായ കൽപ്പന പ്രകാരം മുത്തായ റസൂൽ മക്കക്കാരോട് ഈ വിഷയം പറയുകയും മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ വാസ്തവമാക്കുകയും റസൂലുള്ളാഹിനെ പറഞ്ഞിട്ടുള്ളത് സത്യമാണെന്ന് പറയുകയും അവിടുന്ന് സിദ്ദീഖ് എന്ന് പറയുന്ന വലിയ സ്ഥാനം പേര് ലഭിക്കുകയും ചെയ്തു. എന്നാൽ അബൂജഹൽ അടക്കമുള്ള പല ആളുകളും റസൂലിനെ അങ്ങേയറ്റം കളിയാക്കി എന്നുള്ളതാണ്. വാസ്തവത്തിൽ അബൂജഹൽ പോലെയുള്ള ആളുകളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ എൻ്റെ സുഹൃത്ത് ഇന്നലെ എങ്ങനെ പോയി തരാൻ കേട്ടില്ലേ. അപ്പോൾ അവരെ ലഭ്യരാക്കിക്കൊണ്ട് മഹാനായ സിദ്ദീഖ് എന്നവർ പറഞ്ഞു എന്നാണ്. മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞു എന്നങ്ങനെ പോയിട്ടുണ്ടാവും. അതാണ് സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല മുസ്ലിമീങ്ങളിൽ അന്ന് വിശ്വാസമുറക്കാതെ അതിൻ്റെ ശൈശവത്തിൽ നിന്നിരുന്ന കുറച്ച് വിശ്വാസികൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനും, അപ്പോൾ ഒരു വിശ്വാസിയുടെ ഒരു മാറ്റുകല്ലായിട്ട് പരിശുദ്ധമായിരിക്കുന്ന മെഹറാജ് സംഭവിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വിശ്വസിച്ചവരെയും വിശ്വസിക്കാത്ത ആളുകളെയും ഒക്കെ വേർതിരിക്കാനും, യഥാർത്ഥത്തിൽ റസൂലിലും അള്ളാഹുവിലും വിശ്വസിച്ച ആളുകളെ വേർതിരിച്ച് മാറ്റിയെടുത്തവരെ കടഞ്ഞെടുക്കാനും മെഹറാജ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം കൊണ്ട് സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. പിൽക്കാലത്തും നിരവധി ആളുകൾ ഇസ്ലാമിലെ പരിപൂർണമായി ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ എന്നാണ്, ഇസ്ലാമിൽ പരിപൂർണമായി പ്രവേശിക്കുക എന്നുള്ളതാണ്. നമ്മുടെ യുക്തിക്കനുസരിച്ചുള്ളത് മാത്രം സ്വീകരിക്കലല്ല ഒരു മുഅ്മിനിന്റെ നയം എന്ന് പറയുന്നത്. യുക്തി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുക്തി അതിൻ്റെ കൂടെ ഉണ്ടാകും. കാരണം നമ്മുടെ യുക്തി പരിമിതമാണ്. ഒരു കാലം കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് യുക്തിസഹമായിരിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല നാളെ യുക്തിസഹമാകുന്നത്. റസൂൽ ഈ വിധത്തിൽ നടത്തിയ ഒരു സഞ്ചാരം ഒരു പക്ഷേ ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ അത് യുക്തിഭദ്രമായിരിക്കാൻ സാധ്യതയുണ്ട്. നിരവധി കാര്യങ്ങൾ അങ്ങനെ ആയിട്ടുള്ളതുപോലെ. അതുകൊണ്ട് ഏത് കാലഘട്ടത്തിലും നിലനിൽക്കുന്ന യുക്തിഭദ്രമായ അള്ളാഹുവിൻ്റെ യുക്തിയിൽ ഭദ്രമായതാണ് പരിശുദ്ധ ദീൻ എന്നുള്ള കാഴ്ചപ്പാടുള്ളവരാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ആ നിലക്ക് തന്നെ നമ്മൾ അതിനെ വിശ്വസിക്കുകയും ശാസ്ത്രീയമായി അതിനെ സാധൂകരിക്കുന്ന വിഷയങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ നമുക്ക് രണ്ടാം സ്ഥാനം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉദാഹരണം പറയാണ്, നോമ്പനുഷ്ഠിക്കുകയാണ്. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്താണ് ഒരു ഡയറ്റ് പ്ലാൻ അല്ലെങ്കിൽ ആരോഗ്യത്തിന് നല്ലത് എന്നൊക്കെ കരുതിയിട്ടാണ്? അല്ലല്ലോ. റസൂല് പറഞ്ഞു, അള്ളാഹു കൽപ്പിച്ചു, നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നു. അതിന് ആരോഗ്യപരമായും ശാസ്ത്രീയപരമായിട്ടും എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകും. നമുക്ക് രണ്ടാം സ്ഥാനത്തേ ഉള്ളൂ. നിസ്കാരം, 5 വഖത്ത് നിസ്കാരം നമ്മൾ അള്ളാഹു പറഞ്ഞു റസൂല് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ആരാധിക്കുന്നു. ഇനി അതിൻ്റെ കൂടെ ഒരു എക്സസൈസാണ്, നല്ല രീതിയിലാണ് എന്നുള്ളത് നമുക്ക് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. ആ രണ്ടാം സ്ഥാനം മാത്രം അത് എക്സസൈസ് ആണെന്ന് കരുതി നിസ്കരിച്ചിട്ട് നിസ്കാരം ശരിയാവില്ലല്ലോ. അപ്പോൾ അള്ളാഹു റസൂലും പറഞ്ഞു, അത് നമ്മൾ അനുസരിക്കുന്നു. അതിൻ്റെ കൂടെ യുക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് രണ്ടാമതേ ഉള്ളൂ. കാരണം എന്താണ്? മനുഷ്യൻ്റെ യുക്തി പരിമിതമാണ്. ഇന്നത്തെ യുക്തി ആയിരിക്കില്ല നാളത്തെ യുക്തി. ഇന്നലെ യുക്തി ആകാത്ത പല കാര്യങ്ങളും ഇന്ന് യുക്തിഭദ്രവുമാണ്. അതുകൊണ്ട് നമ്മുടെ പരിമിതിയാണ്, നമ്മുടെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ സ്വാദിഖുൽ മസ്ദൂഖ്, സത്യമല്ലാതെ മറ്റൊന്നും സംസാരിക്കാത്ത മുത്തായ റസൂലിൻ്റെ അവിടുത്തെ തിരുവചനങ്ങളാണ്. അത് യഥാവിധി ഉൾക്കൊണ്ടവനാണ് ഒരു വിശ്വാസി. ആ ഒരു നിലക്ക് പരിശുദ്ധമായിരിക്കുന്ന റജബിൻ്റെ ഈ 27 രാവിനെ പുണ്യമായി കാണാനും നല്ല സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.